ഹലോ, അപ്പൊ നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കിയാലോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരത്തെ ഒരു ചായക്കൂട്ടലാണിത്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള, അതായത് പത്തിരിക്ക് വേണ്ടി പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് പുട്ടുപൊടിയും കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ പുട്ടുപൊടി മാത്രമോ അല്ലെങ്കിൽ പത്തിരിപ്പൊടി മാത്രമോ എടുക്കാം. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവോള അല്ല, അര സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് മുളകാണ്. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്, വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് പെപ്പർ, അതായത് നമ്മുടെ കുരുമുളകും കൂടെ ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ പുട്ടുപൊടി മാത്രം എടുക്കാം, അതല്ലെങ്കിൽ പത്തിരിന്റെ പൊടി മാത്രം എടുക്കാം. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പൊ ഇതിലോട്ടേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാല് പൊടി വല്ലാണ്ട് അങ്ങോട്ട് ലൂസായി പോകും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പൊ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം മതിയായോ അല്ലെങ്കിൽ ഇത്ര മതിയോ കുഴച്ചതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി. അപ്പൊ അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം മതിയാവും. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ടേക്ക് വെക്കാം. അതിലോട്ടേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ വടയുടെ ഷേപ്പ് ഒക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിന്റെ മാവൊക്കെ കയ്യിൽ വെച്ചിട്ട് പരത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം അതിന്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ഷേപ്പ് ജസ്റ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നമ്മൾ ഉഴുന്ന വടേന്റെ ഒരു ഷേപ്പ് ആക്കി എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് അറിയാനായിട്ട് അതിലോട്ടേക്ക് ചെറിയൊരു കഷ്ണം നമ്മുടെ ഈ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ ഒരു വട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ എന്തും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സാധനം വല്ലാണ്ടങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് ടേൺ ചെയ്തിട്ട് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പസമയം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും കുറച്ച് സമയം കഴിയുമ്പം ഇതിന്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരും. അതിൽ ചേർത്തിട്ടുള്ള സവോളയൊക്കെ ഏകദേശം അതിന്റെ കളറൊക്കെ മാറി ഈ ഒരു അവസ്ഥയിലാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ നല്ല ക്രിസ്പിയാണ് ഈ ഒരു ഐറ്റം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ വടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അത് കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ലോക്ക്ഡൌണും എൻജോയ് ചെയ്തിട്ട് വീട്ടിലിരിക്കട്ടോ. അപ്പൊ ടേക്ക് കെയർ. അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ബൈ ബൈ.